കേരളത്തിലെ കായിക പ്രേമികളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് ഏറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം വന്നത്. അതായത് അടച്ചുപൂട്ടൽ വാർത്തകൾക്കിടെയാണ് ISLന്റെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്ന് അവസാന മത്സരം നടക്കാനിരിക്കുന്നത് അല്ലേ. രാത്രി 7:30 കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ FC ഗോവയാണ് എതിരാളികൾ. അവസാന മത്സരത്തിന് എത്തണമെന്ന ബ്ലാസ്റ്റേഴ്സിന്റെ ആഹ്വാനത്തിന് പിന്നാലെ കാണികളുടെ എണ്ണത്തിലും വൻ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. കല്ലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നിന്ന് അനിൽ വാസുദേവാണ് ചേരുന്നത്. അനിൽ, മഞ്ഞപ്പട അല്ലെങ്കിൽ ആരാധക വൃന്ദമൊക്കെ ഈ ക്ലബിനോട് മാനസികമായൊക്കെ അകന്നു പോയെങ്കിൽ പോലും അങ്ങനെ ഒരു ക്ലബ് ഇല്ലാതാവുക എന്നത് ചിന്തിക്കുമ്പോൾ അത് ദീർഘകാല ഭാവിയിലാണെങ്കിലും കേരളത്തിന്റെ കായിക മേഖലയ്ക്കടക്കം വലിയ തിരിച്ചടിയാണ്, സങ്കടകരവുമാണ്. അതെ, ഞാനിപ്പോ അനിൽ അവിടെ നിൽക്കുമ്പോഴേ പണ്ടത്തെ ആ മഞ്ഞപ്പടയാണ് ഓർക്കുന്നത്. എന്തായിരുന്നു ഒരു തന്നെയാണ് ഗോകുൽ. കാരണം ഇപ്പോൾ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിലെ കേരളത്തിന്റെ ഒരു മേൽവിലാസം എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ISL ആണ് ഇന്ത്യയുടെ ടോപ്പ് ഡിവിഷൻ ലീഗ്. അവിടുത്തെ കേരള ബ്ലാസ്റ്റേഴ്സ് കേരളത്തിന്റെ ഒരു അഭിമാനമായി നിലകൊള്ളുന്ന ഒരു ക്ലബ്ബാണ്. പ്രത്യേകിച്ച് ഏഷ്യയിലെ ആരാധകരുടെയൊക്കെ തന്നെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു നമ്പർ 1 എന്ന് വേണമെങ്കിൽ പോലും വിശേഷിപ്പിക്കാവുന്ന ഒരു കേരള ബ്ലാസ്റ്റേഴ്സ്. പക്ഷേ കിരീടമില്ലെങ്കിൽ പോലും എല്ലാ കാലത്തും കൂടെ നിന്നവരാണ് ഈ ആരാധകർ. പക്ഷെ അവരെ നിരാശപ്പെടുത്തുന്ന തീരുമാനങ്ങളാണ് ഈ മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഒപ്പം തന്നെ കഴിഞ്ഞ സീസൺ തൊട്ട് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന സീസൺ തൊട്ട് ഇന്ത്യൻ ഫുട്ബോളിലെ വലിയ പതനം, ഒരു തട്ടിക്കൂട്ട് ലീഗ് നടത്തുക ആയതോടുകൂടി വലിയ പ്രതിസന്ധിയിലായതോടുകൂടിയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് അടച്ചുപൂട്ടൽ ആലോചനകളിലേക്ക് കടക്കുന്നത് എന്ന വാർത്ത വന്നത്. നമ്മൾ തന്നെയാണ് ഈ വാർത്ത കഴിഞ്ഞ ദിവസം ബ്രേക്ക് ചെയ്തതും. ഏതാണ്ട് ടീം താൽക്കാലികമായെങ്കിലും 31-ാം തീയതിയിലെ ആ ഓപ്പറേഷന് ശേഷം അവസാനിപ്പിക്കുന്നതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു മത്സരം ക്ലബിന്റെ അവസാന മത്സരമായേക്കുമോ എന്നുള്ള വലിയ ആശങ്കയുണ്ട്. അത്തരം ഒരു സൂചന നൽകിക്കൊണ്ട് തന്നെയാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഒരു ഔദ്യോഗിക പേജിൽ ഒരു വീഡിയോ ഒക്കെ തന്നെ പങ്കുവച്ചത്. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞപ്പടയെ പോലെ തന്നെ ഒരു ആരാധക കൂട്ടായ്മയാണ് KBFC ആർമി എന്നുള്ളത്. അപ്പോൾ വലിയൊരു സങ്കടപ്പെടുത്തുന്ന വാർത്തയാണ് നമുക്ക് കഴിഞ്ഞ ദിവസമൊക്കെ വരുന്നത്. ക്ലബ്ബ് ഒരുപക്ഷെ അടച്ചുപൂട്ടിയേക്കാം എന്ന് പറയുന്ന വാർത്തയൊക്കെ വന്നിരുന്നു. കേരള ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം വലിയ നിരാശയാണ്. നഷ്ടമാവും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായത്. തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മൾ കഴിഞ്ഞ സീസൺ തന്നെ ഇതേപോലത്തെ ഒരു അവസ്ഥ കണ്ടതാണ്. ഇപ്പം നമ്മൾ ഫാൻ ക്ലബ്സ് ആയാലും അന്ന് അതിനെതിരെ പ്രതികരിച്ചതാണ്. ഇനിയിപ്പം ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഈ സീസൺ തീരുമ്പോൾ തന്നെ ഇതിനുള്ള അപ്ഡേറ്റ്സ് ഇല്ലെങ്കിൽ ഇത് ശക്തമായിട്ട് തന്നെ പ്രതികരിക്കാനാണ്. കാരണം കഴിഞ്ഞ സീസണിന്റെ ഒരു പ്രത്യാഘാതം മൂലമാണ് ബ്ലാസ്റ്റേഴ്സിനായാലും മറ്റ് ISL ക്ലബ്സിനായാലും ഒരു വലിയ സാമ്പത്തികമായാലും അല്ലെങ്കിൽ എല്ലാ തരത്തിലും നല്ല നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഈ സീസണിൽ തന്നെ ആയാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു മോശം പ്രകടനത്തിന്റെ ഒരു 80% കാരണം AFF എടുത്തിട്ടുള്ള പല കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ സ്പോൺസർഷിപ്പുമായിട്ട് സംബന്ധിച്ചിട്ടുള്ള ഒരു താമസം കൊണ്ടാണ്. അത് അടുത്ത സീസണിൽ ആവർത്തിക്കാൻ ഫാൻസ് അല്ലെങ്കിൽ അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഒരിക്കലും സമ്മതിക്കില്ല. ഗോകുൽ, ഈ പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഫുട്ബോളിലെ തന്നെ വലിയ പ്രതിസന്ധിയിലൂടെയാണ് ഏകദേശം 170ഓളം കളിക്കാരുടെ കോൺട്രാക്ട്. ISLന് നടത്തിപ്പിലെ പ്രശ്നങ്ങൾ അതൊക്കെ ടീമിനെ ബാധിച്ചു. പക്ഷേ അത് പൂട്ടുക എന്നത്, കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ആ ഒരു ടാഗ് ഇല്ലാതാവുന്നത് കേരളത്തിലെ കായിക പ്രേമികളെ, ഫുട്ബോൾ പ്രേമികളെ ഒരുമിച്ച് നിർത്തിയ ഒരു വിലാസമായിരുന്നു. അത് ഇല്ലാതാകുന്നത് നമുക്ക് ചിന്തിക്കാനാവാത്ത ഒന്നാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.